ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക മേഖലകളിലെ ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനം വൈകില്ലെന്ന് കുട്ടനാട് സന്ദർശിച്ച കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കർഷകരെ കേൾക്കണമെന്ന് കെ സി വേണുഗോപാൽ എംപിയും പ്രതികരിച്ചു. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മന്ത്രിമാരായ ടി സിദ്ദിഖും എം ലിജുവും കെ സി വേണുഗോപാലും എത്തി. ദുരിതബാധിതരുടെ പ്രയാസങ്ങൾ കേട്ടു. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ സർക്കാർ ഗൌരവത്തിലാണ് കാണുന്നതെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കർഷകരെ അവരുടെ പ്രവൃത്തി ചെയ്യുന്ന കാർഷിക ഇടത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടിയെടുക്കാമോ ആ നടപടികൾ പൂർണ്ണതോതിലെടുക്കും. കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തിയ പ്രളയജലം എന്തുകൊണ്ട് വേഗത്തിൽ ഒഴുകിപ്പോയില്ല എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എം ലിജു. ജനങ്ങളുടെ പരാതികളുടെ സ്വഭാവം കണ്ട് പരിഹരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി. ഇപ്പോഴുണ്ടാകുന്ന പരാതികളൊന്നും നമുക്കത് ആ പരാതികളുടെ സ്വഭാവത്തിൽ കണ്ട് പരിഹരിക്കാനാണ്. ജലനിരപ്പ് കുറഞ്ഞതോടെ അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പമ്പ മണിമല ആറുകളുടെ ജലനിരപ്പ് താഴ്ന്നു. ലോവർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളായ ചമ്പക്കുളം, കൈനഗിരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. മഴക്കെടുതിയിൽ ജില്ലയിൽ 56 കോടി രൂപയുടെ നഷ്ടമാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നത്. 71 കിലോമീറ്ററോളം ഗ്രാമീണ റോഡുകളും തകർന്നു. 1515 ഹെക്ടറിൽ കൃഷിനാശവും ഉണ്ടായി. റിപ്പോർട്ടർ, ആലപ്പുഴ.